आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. मनुष्य कहानी बिग बच्चे. और जा रही है. लोग सवार हैं. युवा बैठे हैं. साथ की सीट पर कपड़ों रंग ढंग कर धारणा पर धारणा बना. वो अधड़ सज्जन ने कहता है कि ईयरफोन खराब हो जाएंगे. तो उसके बाद लेखिका भी समझाने लेखिका शर्मिंदा हो जाती है और लड़की कुछ अंग्रेजी में लेखिका के संबंध में कुछ कहते समय वह बड़ा लड़का उनसे कहता है कि शट अप लीजी, शी इज़ राइट. वो लड़की का नाम लीजी है. उसके बाद वह लड़की और लड़का एक मैगज़ीन देखते हैं. ये सब देखकर डॉक्टर, अध्यापिका और लेखिका आपस में कहते हैं कि दिन पर दिन बदतमीज़ होते जा रहे हैं. इनमें कोई संस्कार नहीं है. यही हाल है हमारा देश की युवा पीढ़ी का. और हमारे भी गलती है. हमारे पास समय कहाँ है जो इन्हें संस्कारों को पाठ पढ़ाए, लेखिका बताती है. और कितनी बेशर्मी से गंदी गंदी किताबें देख रहे हैं और बड़े बूढ़ों का आदर भी नहीं करते हैं, डॉक्टर की पत्नी फुसफुसा कर कहा. इतना ही हम पिछले कक्षा में पढ़े थे. चलते हैं आगे की ओर. बात खाली की एक जाति की नहीं. हमारी यंग जनरेशन पूरी की पूरी ही ऐसी है. ഇത് ഒരു ജാതിയിൽ പെടുന്ന മാത്രം കാര്യമല്ല. യങ് ജനറേഷൻ മൊത്തം ഇങ്ങനെ തന്നെയാണ്. അത് ഏത് ജാതി എടുത്തു നോക്കിയാലും. ഇവർ ക്രിസ്ത്യൻ മത വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ മൂന്ന് പേരും. ഏത് ജാതി എടുത്തു നോക്കിയാലും നമ്മുടെ യങ് जनरेशन स्वभाव ഇങ്ങനെയാണ്. कुछ वेस्टर्न कल्चर का असर था. बच्चा कुछ टीवी चैनल ने पूरा कर दिया. വെസ്റ്റേൺ കൾച്ചർ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അസർ, ഇൻഫ്ലുവൻസ്. അതുപോലെ തന്നെ ബച്ച കുച്ച ടി വി ചാനലിനെ പൂരാ കർ ദിയ. ആ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി വർദ്ധിപ്പിച്ചതാരാണ്? ടി വി ചാനൽസാണ്. ടി വി ചാനലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പിള്ളേർ വസ്ത്രം ധരിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ പെരുമാറുന്നതും. इन लोगों को इतनी छूट है, हमें कमी थी क्या? ഇവർക്ക് ഒരുപാട് ഇളവുകളുണ്ട്, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. നമ്മുടെ ജനറേഷനും ഇവരുടെ ജനറേഷനും പറ്റി ഇവിടെ താരതമ്യം ചെയ്യുകയാണ്. ഓൾഡ് ജനറേഷനും അതുപോലെ യങ് ജനറേഷനും. ഹർ പീढ़ी में अच्छाइयाँ और बुराइयाँ रही ही है. നമ്മുടെ തലമുറ എടുത്തു നോക്കിയാൽ, അതായത് നമ്മുടെ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ വൈഫ് അധ്യാപിക, അതുപോലെ ലേഖിക, ഇവരുടെ ഓൾഡ് ജനറേഷൻ എടുത്തു നോക്കുകയാണ്. രണ്ട് ജനറേഷനും എടുത്തു നോക്കുമ്പോഴും മോശപ്പെട്ടതും അതുപോലെ നന്മയും ഒക്കെ ഉണ്ട്. ചീത്തതും നല്ലതുമുണ്ട്. जी हाँ, हाँ जी, पर ये पीढ़ी तो इनमें समझदारी नाम मात्र को नहीं है. പക്ഷേ ഈ തലമുറയിലുള്ളവർക്ക് വിവേകമെന്നത് പേരിന് പോലും ഇല്ല. നാം മാത്രക്കോ നഹി ഹെ. സമജ്ദാരി എന്ന് പറഞ്ഞാൽ വിവേകമാണ്. देखो इन्हें बस फालतू जोश कुछ कर दिखाने
कुछ बनने बनाने की ना तो काबिलियत है ना अकल ना हिम्मत. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫാലുത്ത് ജോഷ് ഇവർക്ക് ഒരർത്ഥവുമില്ലാത്ത ആവേശമാണ്. ജോഷ് എന്ന് പറഞ്ഞാൽ ആവേശം, ഫാലുത്ത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത. കുച്ച് കർ ദിഖാനെ കുച്ച് ബന്നെ ബനാനെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാനോ ആരെങ്കിലുമൊക്കെ ആക്കാനോ ഒരു കഴിവും ഒരു എബിലിറ്റിയും കാബിലിയത്ത് ഹേ ന അക്കൽ, എബിലിറ്റിയുമില്ല ബുദ്ധിയുമില്ല, ന ഹിമ്മത്ത് ധൈര്യവുമില്ല. അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം. സോഷ്യൽ വാല്യൂസ് കെ നാം പർ സീറോ. ഇനിയിപ്പോൾ സോഷ്യൽ വാല്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് സീറോ ആണ് ഇവർ. अपनी तर्जनी अंगूठे से जोड़कर उन्होंने ज़ीरो बनाकर दिखाया तो वो युवा स्त्री उन्हें आश्चर्य से देखने लगी. തൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സീറോ രൂപത്തിലാക്കിയിട്ട് അവരെ കാണിച്ചപ്പോൾ ആ യുവ സ്ത്രീ, ആ യുവ ലടുക്കി അവരെ ആശ്ചര്യത്തോടു കൂടി നോക്കാൻ തുടങ്ങി. दरअसल ये लोग भोगवाद में विश्वास करते हैं. വാസ്തവത്തിൽ ഇവർ ഭോഗവാദത്തിൽ, അതായത് യൂട്ടിലിറ്റി, സുഖലോലുപത്തിലാണ് വിശ്വസിക്കുന്നത്. ദർസൽ വാസ്തവത്തിൽ, ഭോഗവാദം എന്ന് പറഞ്ഞാൽ സുഖലോലുപം, യൂട്ടിലിറ്റി. जो हाज मिल रहा है भोग लो, कैसे भी पैसा कमावो और खर्च कर लो, मजे करो बस. എന്താണ് ഈ സുഖലോലുപം, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ, ഭോഗവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് എന്താണോ ലഭിക്കുന്നത്, ആജ് ജോ മിൽ റഹാ ഹെ ഭോഗ് ലോ, അത് അനുഭവിക്കുക, അത് ആനന്ദിക്കുക. കേസെ ബി പൈസ കമാവോ ഓർ ഖർച്ച് കർ ലോ, എങ്ങനെയും പൈസ ഉണ്ടാക്കുക, അത് ചിലവഴിക്കുക. മജേ കറോ ബസ്, അത് ആനന്ദിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്ന കാര്യം. ബാക്കി ദുനിയ ജായെ ബാടുമേ, വേറെ ലോകത്തെക്കുറിച്ച് ഒരു കാര്യവും അവർ ചിന്തിക്കുന്നില്ല. ജായെ ബാടുമേ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ, അവർക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഡോക്ടർ കി പത്നി ഉനെ ഘോർ ഘോർ കോസ് രഹീത്തി, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ വൈഫാണ് അവരെ തുറച്ചു നോക്കിക്കൊണ്ട് ഘോർ ഘോർ കോസ് രഹീത്തി ശപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വേ തീനോ സമജ് രഹേത്തെ കി ഹമാരി ബാത് ക വിഷയ് വേ തീനോ ഹി ഹേ, അവർ 3 പേർക്കും അറിയാമായിരുന്നു എന്ത് അവരെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന്. ഇവരുടെ 3 പേരുടെയും വിഷയം അവർ 3 പേരാണെന്ന് അവർക്കറിയാമായിരുന്നു. ഷായദ് ഇസ്ലിയെ ചോട്ടാ ലഡ്ക വാക്ക്മാൻ സുനത്തെ സുനത്തെ ജോർ സെ ഗാനെ ലഗാത്ത, അതുകൊണ്ടാണ് ആ ചെറിയ പയ്യൻ തൻ്റെ വാക്ക്മാൻ കേട്ടുകൊണ്ട് വളരെ ശബ്ദത്തിൽ പാട്ടുപാടാൻ തുടങ്ങിയത്. और उन्हें चिढ़ाते हुए वह लड़की लड़के से एकदम सड़कर बैठ गई. അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട്, ചിടാത്തെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ലടുക്കി, ആ പെൺകുട്ടി തൻ്റെ അടുത്തുള്ള ആ മുതിർന്ന ലടുക്കെ പാസ് ഏകദം സഡ്കർ ബേഡ് ഗൈ, വളരെ അടുത്ത് ചേർന്ന് ഇരുന്നു. ലഡ്ക ഗിറ്റാർ പർ കോയി ഗാവൻ ധുൻ ബജാനെ ലഗാത്ത, നമ്മൾ നേരത്തെ പഠിച്ചു, ലഡ്ക തൻ്റെ ഗിറ്റാർ തൻ്റെ മടിയിൽ വെച്ച് ഈണം വെട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെടുത്തുകൊണ്ട് ലഡ്ക ഇവിടെ ഗോവൻ പാട്ട് ഈണം മീട്ടുകയായിരുന്നു. ധുൻ ബജാനെ ലഗാത്ത. ഭോഗവാദ് കഹേ യാ ഭൗതികവാദ്, ഇസ്സെ ഹം ബി കഹാം അചൂത്തെ ഹേ. ഭോഗവാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതുപോലെ ഭൗതികവാദമെന്നും ഇതിനെ പറയാം. പക്ഷേ ഇസ്സെ ഹം ബി കഹാം അചൂത്തെ ഹേ, ഇതിൽ നിന്ന് നമ്മളും മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ സ്പർശിക്കപ്പെടാതിരിക്കുന്നില്ല. പർ യേ യുവ പീढ़ി കുച്ച് ज़्यादा ही लापरवाह है. നമ്മുടെ ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങളും നന്മകളും അതിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യുവ പീढ़ി, ഈ യുവ തലമുറ കുറച്ച് കൂടുതൽ കെയർലെസ് ആണ്. ലാപർവാഹ് ഹെ. ജോ ബി ഹോ ഇനെ പർ ഹമാരാ ഭവിഷ്യ ടീക്കാ ഹെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവരാണ് നമ്മുടെ ഭാവി ഫ്യൂച്ചർ നിലനിൽക്കുന്നത് ഇവരിലാണ്. ടീക്കാ ഹെ, നിലനിൽക്കുക. ഭവിഷ്യ യുവ ഹമേ വൃദ്ധാശ്രമേ അലാവ ക്യാ ദേങ്കെ. ഫ്യൂച്ചർ, അത് കേട്ടപ്പോൾ പറയുകയാണ്, ഫ്യൂച്ചർ, ഈ യുവതലമുറ നമുക്ക് വൃദ്ധാശ്രമം അല്ലെങ്കിൽ വൃദ്ധസദനമല്ലാതെ എന്തു തരും. മഹസ്വാർത്ഥി ഹേ യേ പീढ़ി, വളരെ സ്വാർത്ഥരാണ് ഈ യുവ പീढ़ി. പെഹ്ലെ കബി ഹംനെ ഭാരത് മേ വൃദ്ധാശ്രമോ കാ നാം തക് സുനാത്ത. മുമ്പൊന്നും നമ്മൾ ഭാരതത്തിൽ വൃദ്ധാശ്രമത്തെക്കുറിച്ചോ വൃദ്ധസദനത്തെക്കുറിച്ചോ ഒന്നും കേട്ടിരുന്നില്ല.
हमारी सास तो आखिर तक हमारी चाहती. നമ്മുടെ അമ്മായിയമ്മ നമ്മൾ അവസാനം വരെ, അമ്മായിയമ്മയുടെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അതാണ് ചാത്തി, നെഞ്ച്. മേര മത്ലബ് ഹമാരെ സാത്ത് രഹത്തി രഹി. നമ്മുടെ കൂടെ തന്നെയാണ് ജീവിച്ചത് അമ്മായിയമ്മ. ഇന്നത്തെ കാലത്ത് വയസ്സായവരോടൊക്കെ പുച്ഛമാണ് യുവതലമുറയിൽപ്പെട്ട മിക്ക ആളുകൾക്കും. പണ്ടൊന്നും വൃദ്ധാശ്രമമോ അങ്ങനത്തെ പേരൊന്നും കേട്ടിരുന്നില്ല. ഇന്നാണെങ്കിലോ അവനവൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള പ്രായമായവരെയൊക്കെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആരുടെ അടുത്തും സമയമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം, പൈസയ്ക്ക് പിന്നാലെ ഓടുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓൾഡ് ജനറേഷനും അതുപോലെ ന്യൂ ജനറേഷനും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ഡോട്ടറിനെ സർ ഹിലായ ഓർ കിസി സോച്ച് മേ ഡൂബുകയെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവരുടെ ഭർത്താവ് ഡോക്ടർ തലകുലുക്കുകയും എന്തോ ചിന്തയിൽ മുഴുകുകയും ചെയ്യുന്നു. മാനോ ഉനിക്ക് പത്നിനെ പത്തേക്ക് ബാത് കഹീത്തി. അദ്ദേഹം തലകുലുക്കിയത് ശരി എന്ന അർത്ഥത്തോടു കൂടിയായിരുന്നു. തൻ്റെ ഭാര്യ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. നെ പത്തേക്ക് ബാത് കഹീത്തി. പത്തേക്ക് ബാത് കഹീത്തി का मतलब है സഹി കഹി. ഫിർ അഖ്ബാർ ഉട്ടാക്കർ പഠനെ ലഗെ. എന്നിട്ട് അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ഉനക്കി സ്ഥൂൽ പത്നി നാസ്തേക്ക സമാൻ സജാനെ ലഗെത്തി. അദ്ദേഹത്തിൻ്റെ പത്നി കുറച്ച് തടിച്ചിട്ടാണ്. സ്ഥൂൽ പത്നി എന്ന് പറഞ്ഞാൽ തടിച്ച, മോട്ടി പത്നി നാസ്തേക്ക ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുക്കുകയായിരുന്നു. സജാനെ ലഗെത്തി, നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ്. ലീജിയ ന കോച്ച്. എന്നിട്ട് ലേഖികയോട് കുറച്ച് എടുത്തോളൂ എന്ന് പറയുകയാണ്. ജി നഹി മേരാ വൃദ്ധ ഹെ. അപ്പോൾ ലേഖിക പറഞ്ഞു, എനിക്ക് വൃദ്ധമാണ്. മേ സഫായി സെ ഝൂട്ട് ബോൽ ഗയി. ഞാൻ കള്ളം പറഞ്ഞു, വളരെ ക്ലിയറായിട്ട് കള്ളം പറഞ്ഞു. ബച്പൻ സെ മാ കി ബാന്ധായി ഹുയി ഗാണ്ട് സഫർ മേ കിസി അജ്നബി സെ കുച്ച് ലേക്കർ മത് കാന കസ് ഗയി. അതായത് എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞത്? നമ്മുടെ ലേഖികയുടെ അമ്മ പണ്ട് തൻ്റെ ഉള്ളിൽ തിരുകി കയറ്റിയിരുന്ന ഒരു ഉപദേശമാണ് ബന്ധായി ഹുയി ഗാണ്ട് എന്ന് പറഞ്ഞാൽ തിരുകി കയറ്റിയ ഉപദേശം. അതാണ് യാത്ര ചെയ്യുമ്പോൾ അജ്നബി ആയിട്ടുള്ള, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള അവരിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് അമ്മ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് മുറുക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ലേഖിക. കസ് ഗൈ, മുറുക്കെ പിടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കള്ളം പറഞ്ഞത്, വ്രതമാണ്, എനിക്ക് വേണ്ട. ഡോക്ടറിനെ തീനോ യുവാവോ സെ ഏക്ക് ഔപചാരിക് ആഗ്രഹിക്കുക. ഡോക്ടർ ആ 3 യുവാക്കളോടും, ആ ചെറിയ പയ്യനോടും അതുപോലെ മുതിർന്ന പയ്യനോടും ആ ലടുക്കിയോടും ആഗ്രഹിക്കുക, ഔപചാരിക രൂപത്തിൽ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ചോദിച്ചു. ഉൻ തിനോനെ ബിനാ സങ്കോച് കെ എക്ക് പൂരി ഉട്ടാലി ഓർ കാനെ ലഗി. അവരൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു മടിയുമില്ലാതെ, ബിനാ സങ്കോച് കെ, ഒരു മടിയുമില്ലാതെ ഏക്ക് പൂരി, ഓരോ പൂരി അവരിൽ നിന്ന് എടുക്കുകയും എന്നിട്ട് കഴിക്കാനും തുടങ്ങി. അതിനൊന്നും ഒരു മടിയും അവർക്കില്ല. പക്ഷെ നമ്മുടെ ലേഖിക എടുത്തതുമില്ല. മൂമേ പൂരി ടൂസെ ടൂസെ ലഡ്ക്കീനെ കഹ. വായ്ക്കകത്ത് തള്ളിക്കയറ്റി, പൂരിയൊക്കെ തള്ളിക്കയറ്റിയതിന് ശേഷം ടൂസെ ടൂസെ തള്ളിക്കയറ്റുക. ലഡ്ക്കി പറഞ്ഞു, വെരി ഡെലിഷ്യസ് ആൻറ്റി, വാട്ട് പിക്കൽ ഇസ് ദിസ്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഫുഡാണ്. വാട്ട് പിക്കൽ ഇസ് ദിസ്. ഇത് ഏത് പിക്കിളാണ്, ഇത് ഏത് അച്ചാറാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് ആ ലഡ്ക്കി ചോദിച്ചു. കേക്കറേക്ക് പൂരി ഓർ ഉട്ടാലി. അത് പറഞ്ഞുകൊണ്ട് ഒരു പൂരിയും കൂടി എടുത്തു. ഉസ് പർ ഉംഗലി സെ അച്ചാർ ഫൈലാക്കർ റോൾ ബനാനെ ലഗി. ആ പൂരി എടുത്തിട്ട് അതിനകത്ത് വിരലുകൾ ഉപയോഗിച്ച് അച്ചാറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് റോളാക്കിയിട്ട് കഴിച്ചു. ടൈറ്റി വേ ഉദാസീനത സെ ബോലി. കുറച്ച് ദുഃഖത്തോടു കൂടി നമ്മുടെ ഡോക്ടറിൻ്റെ വൈഫ് അധ്യാപിക പറഞ്ഞു, ആ അച്ചാറിൻ്റെ പേര് ടേറ്റി എന്നാണ്, പിക്കിളിൻ്റെ പേര്. വാട്ടി എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ടി എന്ത് ടീ എന്ന് ചോദിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आए होंगे. धन्यवाद.